ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് കൂടെയാണ്. ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. മലയാള സിനിമ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ ലെഗസി, അതിൻ്റെ ആർട്ടിസ്റ്ററി, അതിൻ്റെ അൺവേവറിംഗ് സ്പിരിറ്റ്. അത് മാത്രമല്ല, എന്നോടൊപ്പം 48 വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് പലരും ഇന്നില്ല. അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ. എൻ്റെ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, എൻ്റെ യൂണിറ്റ് ബോയ്സ്, എൻ്റെ മേക്കർ, കോസ്റ്റ്യൂം, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർക്കുന്നു. അവർക്കെല്ലാം ഈ അവസരം പറയുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല. ഈ അവാർഡ് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഫ്രറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഏറ്റവും ഡീപ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഈശ്വരൻ, ദൈവം എന്ന് പറഞ്ഞാല് ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, 48 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അതിൽ നമ്മള് എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഈശ്വരൻ നിന്ന് അവാർഡ് എന്ന് പറഞ്ഞത്. എല്ലാ വർഷവും നല്ലതാണ്. 2025 എന്നൊരു വർഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയില് ഈ നിമിഷം, ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ്. ഒരുപാട് തലമുറകളെ പുതുതലമുറയിൽപ്പെട്ട അത് തീർച്ചയായിട്ടും അങ്ങനെ കണക്കാക്കാം. എനിക്കാണ് അത് കൂടുതൽ. പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ, പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നത് കൂടെ ഇതിന്റെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും നമ്മളതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത, അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ മാത്രമല്ല. ഒരു പ്രൈഡ് മൊമെന്റ് ഞാൻ തനിച്ചെടുക്കുകയല്ല, അതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഈവൻ മാധ്യമ പ്രവർത്തകർ, നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. എൻ്റെ 48 വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ, പലരും ഉണ്ട്. പലരും മറഞ്ഞു പോയി. അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട്
ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്, അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പൊ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പ്രേം നസീർ സാറായാലും, ശിവാജി ഗണേശനായാലും, നാഗേശ്വർ റാവു ആയാലും, അമിതാഭ് ബച്ചനായാലും, രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. പത്തിക്കുറിശി സാറ്, എസ് പി പിള്ള സാറ്, അങ്ങനെയൊക്കെ വളരെ അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും. ഇങ്ങനെയല്ലേ ചെയ്യേണ്ട. അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങളുടെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്. ലാലേട്ട, ഈ പുരസ്കാരം കിട്ടിയതിന് പിന്നാലെ പ്രധാനമന്ത്രി മമ്മൂട്ടി അടക്കമുള്ളവര് അഭിനന്ദനം കൊണ്ട് മൂടുന്നു. അപ്പോഴും ഈ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ഫാൽക്കയ്ക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കാമെന്ന ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ. അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പൊ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ, അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ആളാണ്. അപ്പൊ എല്ലാവരും പറയുന്നത് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് നടന്നു താങ്കളാണ്. അതിപ്പോ ഇന്ന കാരണമൊന്നുമില്ല, എല്ലാ കാരണങ്ങളും ഒരുപക്ഷെ ഇപ്പോ നിങ്ങളുണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണ് ചോദ്യം. അപ്പൊ ആ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഓർക്കുമ്പോൾ അത് ഗുണപരമായി അതൊക്കെ വിമർശനങ്ങളാ, ആ സമയമല്ലേ. അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. ഇപ്പൊ അതൊക്കെ മറക്കൂ. ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? മുന്നോട്ട് ചിന്തിക്കും. മുന്നോട്ടും ചിന്തിക്കണ്ട, ഈ പ്രസന്റിൽ ചിന്തിക്കുക. എത്ര വലിയൊരു പുരസ്കാരം വരുമ്പോൾ ഈ ഭാരമില്ലാണ്ട്, മനസ്സിന് ഭാരമില്ലാണ്ട് സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതാണ് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? അതൊരു എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ്. നാളെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ നാളെ കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എന്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ഡ്രസ് ഇടണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23 ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5-ൽ കൂടുതൽ 7-8 പ്രാവശ്യം ഡൈ വന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിന്റെ സമയം. പുരസ്കാരം കിട്ടിയെന്ന് അറിയുമ്പോൾ ആ മൊമെന്റ് എന്താ അല്ല, പുരസ്കാരം ലഭിച്ചു എന്ന് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ. ഞങ്ങളാരും സമീപത്തില്ലായിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടു. ആ മൊമെന്റ് എന്തായിരുന്നു ശരിക്കും, എങ്ങനെയായിരുന്നു? എപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിന്റെ അകത്തായിരുന്നു. അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ. നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലെ. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലെ, ഇൻസെയിൻ ഡ്രീം നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോഴുണ്ടാകുന്നൊരു
എന്താ അവർ പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുന്നത് കൺഫേം ചെയ്യാൻ. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. കാര്യം അത് സത്യമാണോ എന്ന്. കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ വാക്ക് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ്. ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു ബഹുമതിയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഉള്ള ഒരു ബഹുമതിയായിട്ടാണ്. ആരോ എന്താ ചോദിച്ചു? മലയാള സിനിമയിൽ വേരൂന്നിക്കൊണ്ടുള്ള നേട്ടം അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പരിമിതിയൊക്കെ എപ്പോഴും പറയുന്നതാണ്. നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മഹാനന്ദനെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ലോകത്തെ വേറെ ഏതൊരു കോളേജ് നേരത്തെ തന്നെ ലോകോത്തര നടനായിരുന്നു. പക്ഷെ മലയാളത്തിൽ വേരൂന്നിക്കൊണ്ടൊരു നേട്ടം താങ്കൾ തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും കൃത്യ സ്ഥലത്താണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിമിതി, ഇൻഡസ്ട്രി ഒരു പരിമിതി അല്ലാതെ കൂടി നമ്മൾ തെളിയിക്കുകയാണ്. ഇതിന് പരിമിതികളൊന്നും ഇല്ലല്ലോ. സിനിമയ്ക്ക് ഒരുപാട് ഓപ്പണിംഗ് ആണല്ലോ ഇപ്പം. ടെക്നോളജി മാറി, പഴയ സിനിമ പോലെ അല്ലല്ലോ ഇപ്പം. മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊ ഒരു സിനിമ വേണമെങ്കിൽ ഒരു 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ്. അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. ഇപ്പൊ മലയാള സിനിമ, തമിഴ് സിനിമ എന്നില്ല, സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി. അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല. പക്ഷെ നമ്മുടെ കോണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ള ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷമാണ്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ അവാർഡ് സംവിധായകനാണ്. ഇപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ ചോദിച്ചാൽ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യും. ഈ തുടരും അല്ലെങ്കിൽ എമ്പുരാന്റെ വിജയത്തിന് ശേഷം ലാലേട്ടന്റെ ക്യാരവാന് ചുറ്റുമുള്ള ആളുകൾ ഇതുവരെ കണ്ടിരുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ബോളിവുഡിൽ ആ ലെവലിലുള്ള ഈ സിനിമകൾ ചെയ്യുന്ന ആളുകളാണെന്ന് ഷറഫുദ്ദീൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിജയത്തിന് ശേഷം ലാലേട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഷറഫുദ്ദീനെ ഞാൻ അതിന്റെ അടുത്തൊന്നും കണ്ടില്ല. അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ കൂടി എത്തുന്നത്. സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ്, ഒരു മാജിക്കാണ്. നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. 2 സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. ഒരു സിനിമ മോശമായാൽ അത് താഴേക്ക് വരും. അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ്. അപ്പൊ അതിന്റെ അകത്ത് 48 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ്. അതൊരു സർക്കസ് പോലെയാണ്. ട്രപ്പീസ് അല്ലേ, വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ്. അപ്പൊ അങ്ങനെ തുടരും. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി. സക്സസ്ഫുൾ ഫിലിമാണ് എമ്പുരാൻ, അതുപോലെ ഹൃദയപൂർവ്വം. ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഡ്രീം എന്താണ്? ഇങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല. കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം. പലർക്കും അങ്ങനെയാണല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും, എന്നിട്ട് അതൊരു സക്സസ്ഫുൾ ആയി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ്. നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചാൽ, എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല, കാര്യം ശ്രമിക്കും. ആ ശ്രമം സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകും. തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. എനിക്ക് മാത്രമല്ല, നല്ല സിനിമകൾ ഉണ്ടാകണം. മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം. നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം, സംവിധായകരുണ്ടാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതാണ് എന്റെ സ്വപ്നം.
ഒരു നടനെ ലഭിക്കുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ്. ഇതിനപ്പുറമൊന്നും ഒരു നടനെ ലഭിക്കാനില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ലാലേട്ടൻ ഇത് അങ്ങനെയാണോ? അങ്ങനെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതെന്നൊന്നുമല്ല. ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ്. ഇപ്പൊ ഒരാളെ ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നാളെ പോയി നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതിയില്ല, അത് പോയി. അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോകുക എന്നല്ലോ. അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എന്റെ വയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം. നേരത്തെ മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും, അതുകൊണ്ട് ആഗ്രഹിക്കാറില്ല എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ എന്തിനുണ്ടോ? മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അന്ന് മുമ്പൊരിക്കലല്ലേ? അല്ല, ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഡിസയർ ഇല്ല. ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ അതിന്റെ രീതിയിൽ പൊയ്ക്കോട്ടെ, അതിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളാം. ഒരു മലയാളി ചെന്നെത്താവുന്ന ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കാൻ അങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജ്. ഞാനിവിടെ അതിന്റെ ഭാഗമായെന്നേ ഉള്ളൂ. ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ലോ, പിനാക്കിൽ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ജഗത്ത് എന്നൊക്കെ ഒരു വാക്കാണ്. ഏറ്റവും ഹയസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ, ഞാൻ ഇവിടെ താഴോട്ട് ചാടാം, അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ എന്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പല തവണ കിട്ടിയിട്ടുണ്ട്, പല ആവർത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എല്ലാരും ലാലേട്ടന് അടുത്ത് നിൽക്കുന്ന എല്ലാരും പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് ടു എർത്താണ്. ഈ അംഗീകാരങ്ങൾ കിട്ടാൻ നേരത്ത് എപ്പോഴും താഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഇറങ്ങിച്ചിരുന്നത്? പിന്നെ മുകളിലേക്ക് കയറുമ്പോ കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ വരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോ ആരും നിങ്ങളെ നോക്കും. അത്രേ ഉള്ളൂ.